നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വീണ്ടും അറസ്റ്റ്. ഇതോടെ കേസിൽ നിന്ന് 3 പേർ അറസ്റ്റിലായി. കാശിനാഥൻ, അജയ്കുമാർ എന്നിവർക്ക് പുറമെ മറ്റൊരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പത്തനംതിട്ട സ്വദേശിയാണ് അറസ്റ്റിലായ അജയ്കുമാർ. ഇയാളെ ഒളിയിടത്തു നിന്നാണ് പിടിച്ചത്. കേസിൽ ആകെ 18 പ്രതികളാണ് ഉള്ളത്. നിലവിൽ 11 പേരാണ് അറസ്റ്റിലായത്. ഇനി 4 പ്രതികളെ കൂടി കിട്ടാനുണ്ട്. സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത് സിൻജോയാണെന്ന് അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രധാന പ്രതികളിലേക്ക് എത്തുകയായിരുന്നു ആവശ്യം. ബന്ധുവീട്ടിൽ നിന്നാണ് സിൻജോയെ അറസ്റ്റ് ചെയ്തത്. അവനെ ഒളിപ്പിച്ച വീട്ടുകാരെയും പ്രതികളാക്കണം. പ്രതികൾക്ക് CPIMന്റെ പൂർണ്ണ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. CBI അന്വേഷണം ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല. ഏതൊക്കെ വകുപ്പ് പ്രതികൾക്ക് മേൽ ചുമത്തിയെന്ന് നോക്കും. ഉദ്യോഗസ്ഥന് വിശ്വാസമുണ്ടെന്നും അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതി കീഴടങ്ങി എന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ട്. നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാവാം കീഴടങ്ങൽ. സിദ്ധാർത്ഥിന്റെ സുഹൃത്തുക്കളാണ് സിൻജോയെ കുറിച്ച് പറഞ്ഞത്. പറയാതെ പോയാൽ മനസ്സമാധാനം കിട്ടില്ലെന്ന് പറഞ്ഞു. പുറത്തു പറഞ്ഞാൽ സിൻജോ തലവെട്ടുമെന്നും സിദ്ധാർത്ഥിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. റൂമിൽ കൊണ്ടുപോയി കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. പിന്നെയാണ് സിൻജോയെ കുറിച്ച് അറിഞ്ഞത്. അവനാണ് ഏറ്റവും ക്രൂരമായി മകനെ ഉപദ്രവിച്ചത്. എത്ര സംഘടനകൾ സമരം ചെയ്യുന്നു? എന്തുകൊണ്ട് SFI സമരം ചെയ്യുന്നില്ലെന്നും അച്ഛൻ ചോദിച്ചു. വീടിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തതിലും അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തി. അവർ തന്നെ കൊന്ന് അവർ തന്നെ ഫ്ലക്സ് വയ്ക്കുന്നു. അതിന്റെ ലോജിക്ക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. SFI പ്രവർത്തകനാണെന്ന പേരിൽ എന്തിനാണ് ഫ്ലക്സ് ചോദിച്ച അദ്ദേഹം എന്തിനാണ് അവനെ പ്രവർത്തകനാക്കിയതെന്ന് അറിയില്ലെന്നും പ്രതികരിച്ചു. കേസിൽ തനിക്കുള്ള പിന്തുണ ഇല്ലാതാക്കാൻ വേണ്ടിയാകാം അത്തരത്തിലുള്ള നീക്കം. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനാണോ എന്ന് പറയാൻ കഴിയില്ലെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സിൻജോയെ കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്ന് പ്രത്യേക പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കരുനാഗപ്പള്ളി പോലീസിനെയോ കൊല്ലം സിറ്റി പോലീസിനെയോ സഹായം തേടിയിരുന്നില്ല. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘമാണ് സിൻജോയെ കരുനാഗപ്പള്ളിയിലെത്തി കസ്റ്റഡിയിലെടുത്തത്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ സിൻജോ അടക്കമുള്ളവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തതോടെ ഇയാൾ ഒളിവിൽ പോയി. ഒടുവിൽ 13 ദിവസങ്ങൾക്ക് ശേഷമാണ് സിൻജോയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതിനിടെ കേസിൽ 12 വിദ്യാർത്ഥികൾക്കെതിരെ കൂടി നടപടിയെടുക്കും. 10 വിദ്യാർത്ഥികളെ 1 വർഷത്തേക്ക് വിലക്കുകയും ചെയ്യും. ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല. പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവരെന്നാണ് വിവരം. മറ്റു 2 പേരെ 1 വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിലാണ് നടപടി. ഈ 12 വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കെതിരെയും ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും 7 ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ കഴിയില്ല. ഫെബ്രുവരി 16, 17, 18 തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ. റാഗിംഗ് വിരുദ്ധ സമിതിയുടേതാണ് നടപടി. വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ VCക്ക് അപ്പീൽ നൽകാമെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.